ഇങ്ങനെ നടന്ന നീ പരീക്ഷയ്ക്ക് പൊട്ടും, ഉറപ്പാ. ഹലോ കുട്ടീസ്, എന്തെല്ലാം സുഖമല്ലേ? പരീക്ഷയാണ്, ക്ലാസ്സിന് പോവാം. കിട്ടിയ ഓട്ടോയിൽ തന്നെ ആദ്യം കയറി. നമ്മളവിടെ നിന്നിട്ടും കാര്യമില്ല, ബസ്സില്ല. നേരെ ബസ് സ്റ്റോപ്പിൽ വന്നു. ആദ്യത്തെ ബസ്സിൽ കയറി. ഒടുക്കത്തെ വെയിലായിരുന്നത് കൊണ്ട് മാത്രം. എന്താണ് ഇവൻ ഈ കപ്പലിൻ്റെ മുട്ടയും തന്നെ അപ്പുറേ പോയത്? എന്ത് ധൈര്യത്തിനാണ് അനന്തു? നിനക്കെന്നെ അത്ര വിശ്വാസമോ? ഇവൻ ഉഴുന്നോട മേടിക്കാൻ പോയതായിരുന്നു. പിന്നെ അവന് വിഷമമായാലോ എന്ന് വിചാരിച്ച് അവനൊരു കമ്പനിക്ക് ഞാൻ ഒരൊറ്റ ഉഴുന്നോട മാത്രം കഴിച്ചു. അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ക്ലാസ്സിൽ കയറി. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു എന്നായിരുന്നു നമ്മുടെ ഒരു ധാരണ. പക്ഷെ ആരും വന്നില്ല. ഇവൻ ഒപ്പിടുന്ന കണ്ടിട്ട് ഞാനും കൂട്ടത്തിൽ ഒപ്പിട്ടു. കാരണം നമ്മൾ വന്നു എന്ന് അവരെ അറിയിക്കണമല്ലോ. എന്നാലും ഈ ബുക്ക് തുറന്നിട്ട് തന്നെ അടഞ്ഞ എന്തിനാ? തുറന്നിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവനെ എന്നെ വഴിതെറ്റിക്കും. ഞാൻ വരച്ച പെങ്കൊച്ച, ഞാൻ വരച്ച ആമ, ആനയെ ഉദ്ദേശിച്ചെന്നുള്ളൂ. കണ്ടോണ്ടേ എന്നെ വഴിതെറ്റിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് തരും. എന്നിട്ട് പൊടിയൊക്കെ താഴെ വീഴും. പെറുക്കണം, തെളിവ് നശിപ്പിക്കണമല്ലോ. കുറേ ചെരുപ്പൊക്കെ കിടപ്പുണ്ട്, ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സ്വന്തം എടുത്തുള്ളൂ. പിന്നുള്ള ചില്ലറയും പെറുക്കി തിരിച്ച് വീട്ടിൽ പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.